ശ്രീ പ്രകാശ് ബാബു, ഇതാ CPM നേതാക്കളുടെ പ്രതികരണങ്ങളൊക്കെ അങ്ങ് കേട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് വിടുന്ന ദൃശ്യങ്ങൾ അങ്ങ് കാണുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. CPMന്റെ പ്രാദേശിക നേതാക്കൾ മരിച്ച ഷെറിലിന്റെ വീട്, അതായത് ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനമുണ്ടായി മരിച്ച ഷെറിലിന്റെ വീട് സന്ദർശിക്കുന്നു. സമാധാനത്തിന് ഭംഗം വരുത്തുന്ന ഒന്നും ചെയ്യുന്നില്ലെന്ന് പാർട്ടി പറയുകയും ചെയ്യുന്നു. എന്താണ് പ്രതികരണം? നോക്കൂ, ഈ കണ്ണൂർ രാഷ്ട്രീയത്തിലെ CPIMന്റെ നേതാക്കളുടെ ക്രിമിനൽ സ്വഭാവത്തെക്കുറിച്ച് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് നല്ല ബോധ്യമുള്ളതാണ്. കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഏത് കൊലപാതകം നടന്നപ്പോഴാണ്, ഏത് ബോംബ് സ്ഫോടനങ്ങൾ നടന്നപ്പോഴാണ്, ഏത് അക്രമം ഉണ്ടപ്പോഴാണ് അതിന്റെ ഉത്തരവാദിത്വം ഈ CPIM ഏറ്റെടുത്തിട്ടുള്ളത്? കുഞ്ഞനന്ദൻ പ്രതിയായ കേസിൽ പോലും CPMന് ബന്ധമില്ലെന്ന് പറഞ്ഞ പാർട്ടിയല്ലേ ഇത്? നിങ്ങളറിയൂ, കണ്ണൂർ രാഷ്ട്രീയം എന്ന് പറയുന്നത് കണ്ണൂരിലെ CPMന്റെ ചില ക്രിമിനൽ മാടമ്പി നേതാക്കളുടെ കീഴിൽ കണ്ണൂരിൽ കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്യാൻ അവർക്കൊരു സ്ക്വാഡുണ്ട്. കണ്ണൂരിൽ കൊലപാതകങ്ങൾ നടത്താനുള്ള ടീമുണ്ട്. കണ്ണൂരിൽ കൊലപാതകങ്ങളെ സംരക്ഷിക്കാനുള്ള ടീമുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് അവസാനം കണ്ണൂർ മാറുന്നുണ്ട്, അല്ലെങ്കിൽ കണ്ണൂരിലെ പഴയ രാഷ്ട്രീയ സാഹചര്യം, അല്ലെങ്കിൽ കണ്ണൂരിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ, അതിൽ നിന്നും കണ്ണൂർ മാറുന്നുണ്ട് എന്ന് ചിന്തിക്കുന്നിടത്താണോ പ്രശ്നം? അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുന്നില്ല എന്നാണ് അങ്ങ് പറയുന്നത്? അല്ലല്ല, ഞാൻ പറഞ്ഞു വരുന്നത്, കണ്ണൂരിൽ അക്രമങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് പാർട്ടി ഓഫീസിൽ നിന്ന് സ്ക്വാഡ് രൂപീകരിച്ച് അക്രമം നടത്താനും കൊലപാതകം നടത്താനും ബോംബുണ്ടാക്കാനും ഇറങ്ങിത്തിരിച്ചവരെ ഇവർ ആദ്യം തള്ളിപ്പറയും. അവസാനം ഇവരെ കോടതിയിൽ പോയി ജാമ്യം എടുക്കാനും ഇവർക്ക് ബോണ്ട് സംഖ്യ കെട്ടിവെക്കാനും അവസാനം ജയിലിൽ പോയാൽ പരോളിൽ വന്ന കല്യാണം കഴിച്ചു കൊടുക്കാൻ വരെ ഈ പാർട്ടിയുടെ നേതാക്കളെ മുന്നിലുണ്ടാവുക. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇന്നലെ ഇവരോട് ചോദിച്ച ഒരു കാര്യമുണ്ട്. ഈ കേസിൽ പിടിക്കപ്പെടാനുള്ള ഷിജാലും പിടിച്ചിട്ടുള്ള 2-3 പ്രതികളും അടക്കം DYFIയുടെ യൂണിറ്റ് സെക്രട്ടറിമാരാണെന്നേ. അപ്പൊ പാർട്ടിക്ക് ബന്ധമില്ലെന്ന് ഇവരെങ്ങനെയാ പറയുക? ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ, കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ലതയുടെ സഹോദരന്റെ മകനാണ് ഈ വിനോദൻ. പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിയുടെ മകനാണ് മറ്റൊന്ന്. എന്നിട്ട് എങ്ങനെയാ ഇവർ പാർട്ടിക്ക് ബന്ധമില്ല എന്ന് പറയുന്നത്? കണ്ണൂർ മാറുകയായിരുന്നു. കഴിഞ്ഞ 2.5 വർഷമായി കണ്ണൂരിൽ ഒരു അക്രമ സംഭവങ്ങളും ഉണ്ടായിട്ടില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എല്ലാവർക്കും സമാധാനപരമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുള്ള സാഹചര്യം കണ്ണൂരിൽ വന്നു. അങ്ങനെ പാർട്ടി ഗ്രാമങ്ങളിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നു, അവരുടെ പ്രചരണങ്ങൾ നടക്കുന്നു, സ്ഥാനാർത്ഥികളുടെ. ഇതിൽ നിന്നും പാർട്ടി വളരെ അസ്വസ്ഥരാണ്. കേരളത്തിലെ പാർട്ടി പൊതുവെ നേരിടുന്ന ചില വിമർശനങ്ങൾ പൊതുസമൂഹത്തിൽ നിന്ന്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചു, മകൾ കേന്ദ്രീകരിച്ച്, കരുവന്നൂർ ബാങ്ക് കേന്ദ്രീകരിച്ച്, ഇതെല്ലാം ശ്രദ്ധ തിരിച്ചുവിടാനും കണ്ണൂരിലെ വീണ്ടും സംഘർഷ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന് എല്ലാ പാർട്ടി സംവിധാനത്തെയും സജീവമാക്കാനുള്ള ആസൂത്രിതമായിട്ടുള്ള ഒരു പരിശ്രമത്തിന്റെ പിന്നിലുള്ള ആദ്യ ശ്രമമായിരുന്നു ഈ പാർട്ടി ഗ്രാമത്തിലെ ബോംബ് നിർമ്മാണവും. അത് എന്തോ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ഭാഗ്യം കൊണ്ട് ഈ കുലത്തൊഴിലായിട്ടുള്ള ബോംബ് നിർമ്മാണം, ആ ബോംബ് വരെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് എതിരായി എന്നുള്ളത് കൊണ്ട് കേരളം രക്ഷപ്പെട്ടു എന്ന് മാത്രമേ പറയാനുള്ളൂ. പാർട്ടി ഇതേ കുടുംബത്തെ സംരക്ഷിച്ചു. ഇവരുടെ കേസും പാർട്ടി ഈ വടകര തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് പ്രതിഫലിക്കുമോ? ഇല്ലല്ല, ഞാനൊന്ന് പറയുന്ന ഇക്കാര്യത്തിൽ കേരളത്തിൽ പൊതുവെ ഈ കോൺഗ്രസും CPIMന്റെയും പൊതു സമീപനങ്ങളിൽ ജനങ്ങൾ അസ്വസ്ഥരായിരുന്നു. പക്ഷെ CPIMനെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് രക്ഷ നേടാനുള്ള മാർഗം അക്രമ രാഷ്ട്രീയമാണ്. ഈ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ CPIMന്റെ അക്രമ രാഷ്ട്രീയത്തെ കുറിച്ച് ഒരു ചാനൽ ചർച്ചയുടെയോ ഒരു വാർത്തയുടെ ആവശ്യമില്ല. എല്ലാവർക്കും അറിയാവുന്നതാണ് ആരുടെ ചിറകിനടിയിലാണ് ഈ അക്രമികൾ സംരക്ഷിക്കപ്പെടുന്നത്, സുരക്ഷിതരായി കഴിയുന്നത് എന്നൊക്കെ തന്നെ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇത് പ്രതിഫലിക്കും. ഈ ക്രിമിനലുകളൊക്കെ കാലാകാലമായി പ്രകാശ് ബാബു, BJP നേതാവാണ്, അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്.